ഇപ്പോഴും ഫയർഫോഴ്സ് അവരുടെ ജോലി ഇപ്പോഴും തുടരുക തന്നെയാണ്. ഓരോ വാഹനവും മാറി മാറി വെള്ളം വീണ്ടും നിറച്ച് ഇങ്ങോട്ടേക്ക് എത്തിച്ചപ്പോൾ 5 or 6 തവണ ഇവർ വാഹനം മാറ്റി അതിൽ വെള്ളം നിറച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തിച്ചു. പക്ഷേ ഇത്രയും ഒക്കെ വെള്ളം പമ്പ് ചെയ്തിട്ടും തീ പൂർണ്ണമായും അണക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഏകദേശം 1.5 മണിക്കൂറോളം സമയം ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു ഈ തീപിടുത്തം ഉണ്ടായിട്ട്. അതായത് കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തുണ്ടായ തീപിടുത്തം ഇപ്പോൾ ഏകദേശം ഈ കെട്ടിടത്തിന്റെ 3/4 ഭാഗത്തോളം 2, 3 നിലകളിലെ 3/4 ഭാഗത്തോളം തീ പടർന്നിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. അതിലൊരു പ്രധാന പ്രതിസന്ധിയായിരിക്കുന്നത് ഈ അകത്ത് കയറി വെള്ളം പമ്പ് ചെയ്ത് അതെല്ലാം ഏകദേശം അവിടെ തീ ശമിച്ച് എന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ അകത്തേക്ക് കയറി തീ അണക്കാനുള്ള ഒരു സാഹചര്യമുള്ളൂ. പക്ഷെ ഇപ്പോഴും തീ ആളിപ്പടരുന്നു. അത് നമുക്ക് ഉള്ളിൽ നിന്ന് ഇവിടെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് ഈ കെട്ടിടത്തിന്റെ അകത്തേക്ക് നോക്കുമ്പോൾ പോലും ആ തീ അങ്ങനെ ആളിപ്പടരുന്നത് കാണാനും സാധിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പുക അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്നുണ്ട്. എല്ലാം കത്തിച്ചാമ്പലായ കറുത്ത പുകയാണ് വലിയ രീതിയിൽ ഉയർന്നു പൊങ്ങുന്നത്. അതൊരു വലിയ പ്രതിസന്ധി തന്നെയായി തുടരുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് സംഘങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു, അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഈ ഭാഗത്തേക്ക് ഒരുപക്ഷെ ആളുകൾ മുന്നോട്ട് പോകാൻ പലപ്പോഴും, അതായത് അകത്തേക്ക് കയറാനൊക്കെ ശ്രമം നടത്തുമ്പോൾ പോലീസ് എല്ലാം ഇടപെട്ട് ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ആളുകളെല്ലാം മാറ്റി നിർത്തുന്നുമുണ്ട്. പക്ഷേ ഇത്ര സമയം കഴിഞ്ഞിട്ടും തീ അണക്കാൻ സാധിച്ചില്ല എന്നത് തന്നെയാണ് വലിയ ആശങ്കയായി തുടരുന്നത്. ഈ ബസ് സ്റ്റാൻഡിൽ മൊത്തം, അതായത് ഇതിന് തൊട്ടപ്പുറത്ത് പിൻഭാഗത്തുള്ള എല്ലാ കടകളും 1 or 2 കടകൾ ഒഴിച്ച് എല്ലാ കടകളും പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. കാരണം ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് നിൽക്കുന്ന ഈ ബിൽഡിംഗ് ബസ് സ്റ്റാൻഡിന്റെ ഒത്ത നടുക്കായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണിത്. ഒരുപാട് ആളുകളും ഒക്കെ പല ആവശ്യങ്ങൾക്കായിട്ട് കയറി ഇറങ്ങുന്ന ഒരു വ്യാപാര കെട്ടിടം തന്നെയാണ്. അവിടെയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഓരോ 5 മിനിറ്റ് കഴിയും തോറും ഓരോ ഭാഗത്തായിട്ട് തീ ആളിപ്പടരുന്നതാണ് കാഴ്ച. അപ്പോൾ അങ്ങനെ തീ ആളിപ്പടരുമ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് തീ അണച്ചുകൊണ്ടിരുന്ന ഫയർഫോഴ്സ് സംഘം തൊട്ടിപ്പുറത്തേക്ക് മാറി അവിടെ തീ അണക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് തൊട്ടപ്പുറത്തായിട്ട് വീണ്ടും തീ പടരുന്നു. ഇതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഫയർഫോഴ്സ് യൂണിറ്റിന്റെ വെള്ളം തീരുമ്പോൾ ആ വാഹനം പുറത്തുപോയി വീണ്ടും വെള്ളം നിറച്ച് ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരു സ്ഥിതി വിശേഷമുണ്ട്. ദൃശ്യങ്ങളിൽ ലാഡറുകൾ ഉയർത്തി അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നുണ്ട് അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ. ഉള്ളിലേക്ക് കടന്നാൽ വളരെ കുറച്ചുകൂടി വേഗത്തിൽ തന്നെ തീ അണയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഖില കുറേ ആളുകൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഉദ്യോഗസ്ഥർ, പക്ഷേ തീ ഇപ്പോഴും പടർന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഈ ശ്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്? അപകടകരമായ രീതിയിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുള്ളത് എന്നാണ്. കാരണം എത്തരത്തിലാണ് അങ്ങോട്ട്, അതായത് ഇപ്പോൾ ഒരു ലാഡറിനൊരു സപ്പോർട്ട് കൊടുക്കാൻ പോലും രീതിയിലുള്ള ഒരു ബലം മുകളിലെ നിലയിലുള്ള കമ്പികൾക്കോ ചുമരിനോ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ വലിയ പ്രതിസന്ധിയിലാണ്. മാത്രമല്ല ഇവിടെ 3 ഫയർഫോഴ്സ് യൂണിറ്റുകൾ വന്നിരുന്നു. അതിലെ 2 എണ്ണത്തിലെയും വെള്ളം തീർന്ന് വീണ്ടും ഇത്തരത്തിൽ നിറയ്ക്കാനായി പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്കയാണ്. ഇപ്പോൾ മഴക്കാറുണ്ട് പ്രദേശത്ത്. പക്ഷേ അത് മഴ പെയ്താലും ഇത്തരത്തിൽ അത് എങ്ങനെയായിരിക്കും അതിനെ സ്വാധീനിക്കുക, അല്ലെങ്കിൽ തീ കെടുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ പരമാവധി ശ്രമം നടത്തുകയാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ അങ്ങോട്ടൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. പക്ഷേ ഒരു രീതിയിലും അത് ലഭിക്കുന്നില്ല. അവിടെ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. കാരണം തീ കാരണം ഇത്തരത്തിലൊരു ചുമരും ആ കമ്പികളും പൂർണ്ണമായി നശിച്ച നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു സപ്പോർട്ടിനായിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ അവർ നടത്തുന്നത്. അങ്ങനെ അത്തരത്തിലൊന്നും അതിലാണ് വെക്കാൻ സാധിച്ചാൽ ഉദ്യോഗസ്ഥർ കയറി ഈ പമ്പ് മുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുകയാണ്. അതായത് ഉള്ളിലാണ് അധികം തീ പടരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കാൽഭാഗവും കത്തി നശിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ചെന്ന് അതിൽ ഉള്ളിലെ കത്തി നശിക്കുന്ന സാധനങ്ങൾ കെടുത്തിയാൽ മാത്രമേ തീ ആളുന്നത് അല്ലെങ്കിൽ കത്തുന്നത് ശമിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള ശ്രമം തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാൽഭാഗം കത്തി നശിച്ചു. ഇനി തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുകളിലേക്ക് വല്ലാതെ ആളുന്നില്ലെങ്കിലും ഉള്ളിൽ ഇത്തരത്തിൽ പൂർണ്ണമായും വലിയ രീതിയിൽ അത് കത്തുന്നുണ്ട്. നമുക്കറിയാം വസ്ത്രങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത്തരത്തിലും തീ പിടിക്കാൻ സാധ്യത അധികമുള്ള വസ്തുവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ശമനമില്ലാതെ നിയന്ത്രിക്കാൻ സാധിക്കാതെ തന്നെ ഇത് തുടരുകയാണ്. 2 ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ഭാഗത്തും ഫയർഫോഴ്സ് എഞ്ചിനുകളുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പക്ഷേ ഈ കെട്ടിടത്തിനുള്ളിലേക്ക് കൃത്യമായി വെള്ളം എത്തിക്കാൻ കഴിയാത്തുള്ള ഒരു പ്രതിസന്ധിയാണ് തീ അണയ്ക്കാൻ ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം
ഉള്ളിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് എത്തിക്കാനുള്ള ഒരു പ്രതിസന്ധിയുണ്ട്. അത് മറികടക്കാനുള്ള ശ്രമമാണ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.